ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്ക ആസ്ഥാനമായുള്ള കോറോ ഹെൽത്ത് കമ്പനിയുടെ കൂട്ടപ്പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തം. തിങ്കളാഴ്ച കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലെത്തിയ ജീവനക്കാർക്ക് പ്രവേശനം നിഷേധിച്ചു. പ്രതിഷേധവുമായി AITUC ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളും രംഗത്ത്. തൃശൂർ പുഴയ്ക്കലിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവതിക്ക് ദാരുണാന്ത്യം. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. തൃശൂർ കുന്നംകുളം വടുതലയിൽ സർക്കാർ സ്കൂൾ കെട്ടിടത്തിൽ ഭീമൻ കടന്നൽക്കൂട്. സുരക്ഷ മുൻനിർത്തി വിദ്യാലയത്തിന് അവധി നൽകി. ഫുട്ബോൾ ലോകം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്തയും എത്തി. കാനറികളുടെ സുൽത്താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നു കളം വിടുന്നു. വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. വാർത്തകൾ വിശദമായി. അമേരിക്ക ആസ്ഥാനമായുള്ള കോറോ ഹെൽത്ത് കമ്പനിയുടെ കൂട്ടപ്പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തമാകുന്നു. തിങ്കളാഴ്ച കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലെത്തിയ ജീവനക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതോടെ AITUC അടക്കമുള്ള വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. അമേരിക്ക ആസ്ഥാനമായുള്ള കോറോ ഹെൽത്ത് കമ്പനിയുടെ കൂട്ടപ്പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തമാകുന്നു. തിങ്കളാഴ്ച കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലെത്തിയ ജീവനക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതോടെ AITUC അടക്കമുള്ള വിവിധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ജീവനക്കാരെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ജോലിക്ക് കയറാനാകാതെ ഗർഭിണികളടക്കമുള്ള ജീവനക്കാർക്ക് പുറത്ത് കാത്തുനിൽക്കേണ്ട അവസ്ഥയുമുണ്ടായി. നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ജീവനക്കാർ പറയുന്നു. തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ ലേബർ സെക്രട്ടറി തലത്തിൽ ജീവനക്കാരുമായി ചർച്ച നടക്കുന്നതിനിടെയാണ് സംഭവം. നേരത്തെ നടന്ന ചർച്ചയിൽ പിരിച്ചുവിടൽ നടപടി താൽക്കാലികമായി മരവിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും കമ്പനി ഇതിൽ നിന്നും പിൻവാങ്ങിയത് ജീവനക്കാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോഴിക്കോട്, കൊച്ചി ഓഫീസുകളിലെ 800ഓളം ജീവനക്കാരെ മുന്നറിയിപ്പില്ലാതെ കമ്പനി പിരിച്ചുവിട്ടത്. ജോലിക്കെത്തിയ ജീവനക്കാരോട് പെട്ടെന്ന് സിസ്റ്റത്തിൽ നിന്നും ലോഗൌട്ട് ചെയ്യാൻ മാനേജ്മെന്റ് ആവശ്യപ്പെടുകയും കേരളത്തിലെ ഓഫീസുകൾ സ്ഥിരമായി പൂട്ടുകയാണെന്ന് അറിയിക്കുകയുമായിരുന്നു. ആശങ്കയിലായ ജീവനക്കാർ MLA അടക്കമുള്ള ജനപ്രതിനിധികളെ വിവരമറിയിച്ചു. തുടർന്നാണ് ജില്ലാ ഓഫീസർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ ഇടപെട്ടത്. പിരിച്ചുവിടൽ നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന് കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കൂട്ടപ്പിരിച്ചുവിടൽ നടപടികളിൽ കടുംപിടുത്തം തുടരുകയാണ് കോറോ ഹെൽത്ത് കമ്പനി. പുതിയ ലേബർ കോഡ് അനുസരിച്ചാണ് നടപടിയെന്നാണ് കമ്പനി വ്യക്തമാക്കുന്നത്. പുതിയ ലേബർ കോഡുകൾ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരാത്ത സാഹചര്യത്തിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് പ്രകാരം 300-ൽ കൂടുതൽ ജീവനക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടെ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് 2 മുതൽ 2.5 മാസത്തെ ശമ്പളം നഷ്ടപരിഹാരം എന്ന പേരിൽ കമ്പനി നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തുക കൈപ്പറ്റുന്നതോടെ കമ്പനിക്കെതിരെ ഭാവിയിൽ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അവകാശം ജീവനക്കാർക്ക് നഷ്ടപ്പെടുമെന്ന നിബന്ധനയോടെയാണ് തുക നൽകിയതെന്നും വിവരങ്ങളുണ്ട്. തൃശൂർ കുന്നംകുളം വടുതല സ്കൂൾ കെട്ടിടത്തിൽ ഭീമൻ കടന്നൽക്കൂട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂളിന് അവധി നൽകി. കുന്നംകുളം വടുതല സർക്കാർ സ്കൂൾ കെട്ടിടത്തിൽ ഭീമൻ കടന്നൽക്കൂട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂളിന് അവധി നൽകി. കുന്നംകുളം നഗരസഭയിലെ വടുതല ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിടത്തിൽ ഭീമൻ കടന്നൽക്കൂട് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. ഇന്നു രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലെത്തിയപ്പോഴാണ് മുകളിലത്തെ നിലയിൽ മേൽക്കൂരയിലെ ഷീറ്റിനോട് ചേർന്ന് വലിയ കടന്നൽക്കൂട് ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിലെ ഷീറ്റുകൾ ഇളകുമ്പോൾ കടന്നൽക്കൂടിന് ഇളക്കം തട്ടുന്നത് മൂലം സമീപ പ്രദേശങ്ങളിൽ കടന്നലുകൾ കൂട്ടത്തോടെ പറന്നു നടക്കുകയും ചെയ്തത് വലിയ ആശങ്കയും സൃഷ്ടിച്ചു. ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ രാത്രിയോടെ കടന്നൽക്കൂട് നീക്കം ചെയ്യാനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കടന്നൽക്കൂട് വിജയകരമായി നീക്കം ചെയ്തതിനു ശേഷം ചൊവ്വാഴ്ച മുതൽ സ്കൂൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. തൃശൂർ പുഴയ്ക്കലിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. പുന്നമ്പറമ്പ് സ്വദേശി ജെനീറ്റ രാജ് ആണ് മരിച്ചത്. തൃശൂർ പുഴയ്ക്കലിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. പുന്നമ്പറമ്പ് സ്വദേശിനി 22 വയസ്സുള്ള ജെനീറ്റ രാജാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജെനീറ്റയുടെ അമ്മ 44-കാരി ശാന്തി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വേലൂരിൽ നിന്ന് തൃശൂരിലേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പുഴയ്ക്കലിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഇതുവഴി സഞ്ചരിച്ച കാൽനട യാത്രക്കാരന്റെ ബാഗിൽ വാഹനം തട്ടുന്നതും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരിക്കേറ്റവരെ ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജനീറ്റയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കടയോടെ വെട്ടിയാലും കുലയ്ക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോവാനാവില്ല. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വള്ളൂരിലെ കൃഷിയിടത്തിലെ കുഞ്ഞൻ വാഴക്കുലയാണ് കൗതുക കാഴ്ചയായി ജനശ്രദ്ധ നേടുന്നത്. കടയോടെ വെട്ടിയാലും കുലയ്ക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോവാനാവില്ല.
പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി വള്ളൂരിലെ കൃഷിയിടത്തിലെ വാഴക്കുലയാണ് കൗതുക കാഴ്ചയായി ജനശ്രദ്ധ നേടുന്നത്. മാസങ്ങൾക്ക് മുമ്പ് കാറ്റിൽ മുറിഞ്ഞു വീണതിനെ തുടർന്ന് കടയോടെ വെട്ടിയ വാഴയുടെ തറയിൽ നിന്നും ഒരടി മാത്രം ഉയരമുള്ള വാഴപ്പോളയ്ക്കുള്ളിൽ നിന്നും പുറത്തുവന്ന വാഴക്കുലയാണ് മേഖലയിലെ താരം. വള്ളൂർ സ്വദേശിനി കൃഷ്ണനിവാസിൽ മാധവിക്കുട്ടിയമ്മയുടെ കൃഷിയിടത്തിലാണ് മൈസൂരി ഇനത്തിൽപ്പെട്ട ഇത്തിരി കുഞ്ഞൻ വാഴ കുലച്ചത്. വാഴക്കുലയിൽ പടലകളായി നിരവധി പഴങ്ങളുമുണ്ട്. കൃഷിയിടം വൃത്തിയാക്കി പുതിയ കൃഷിയൊരുക്കാൻ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. ഇലകളും ഉയരവുമൊന്നുമില്ലെങ്കിലും താനെ കുലച്ചു വന്ന വാഴക്കുലയെ സംരക്ഷിക്കാൻ തന്നെയാണ് സ്ഥലമുടമയുടെ തീരുമാനം. കാഴ്ച കാണാൻ നിരവധി പേരാണ് മാധവിക്കുട്ടിയമ്മയുടെ കൃഷിയിടത്തിലെത്തുന്നത്. പാലക്കാട് ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന മധുരമേറിയ ഇത്തിരി കുഞ്ഞൻ വാഴപ്പഴങ്ങൾ നൽകുന്ന ഇനമാണ് മൈസൂരി വാഴകൾ. നട്ടതിന് ശേഷം കുറച്ച് വലുതായി വാഴ കാറ്റിന് വന്ന് വീണു. കാറ്റ് വന്ന് വീണതിന് ശേഷം ഞങ്ങളതിനെ അടിയിൽ 2 അടിക്ക് മേലെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അത് വളരെ അത്ഭുതകരമായിട്ടാണ് ഇപ്പോൾ ഒരു വാഴക്കൊല വന്ന് കാണുന്നത്. അത്രയേ ഉള്ളൂ, ചെറിയ വാഴക്കൊല. ഫുട്ബോൾ ലോകം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത ഒടുവിൽ വന്നെത്തിയിരിക്കുന്നു. കോടിക്കണക്കിന് കാനറി ആരാധകരുടെ നെഞ്ചിലേക്ക് ഒരു വിങ്ങലായി ആ പ്രഖ്യാപനം വീണിരിക്കുന്നു. കാണാം ആ വിശേഷങ്ങളുമായി തനിനിറം ന്യൂസ് ഗോൾ ഗാർഡൻ. ഫുട്ബോൾ ലോകം ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ വാർത്ത ഒടുവിൽ വന്നെത്തിയിരിക്കുന്നു. കോടിക്കണക്കിന് കാനറി ആരാധകരുടെ നെഞ്ചിലേക്ക് ഒരു വിങ്ങലായി ആ പ്രഖ്യാപനം വീണിരിക്കുന്നു. കാനറികളുടെ സ്വന്തം സുൽത്താൻ, പന്തുകൊണ്ട് മാന്ത്രികത നടത്തിയ ബ്രസീലിന്റെ ആ 10ാം നമ്പറുകാരൻ നെയ്മർ ഡി സിൽവ സാന്റോസ് ജൂനിയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. അതെ, സുൽത്താൻ കളം വിട്ടിരിക്കുന്നു. വിധി കാത്തുവച്ച ക്രൂരമായ യാദൃശ്ചികത നോക്കൂ. 2010 ഓഗസ്റ്റ് 10 ഇതേ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു നെയ്മർ എന്ന കൗമാരക്കാരൻ ബ്രസീൽ ജേഴ്സിയിൽ ആദ്യമായി പന്തു തട്ടിയതും തന്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ കുറിച്ചതും. ഇന്ന് 16 വർഷങ്ങൾക്ക് ശേഷം കണ്ണീരിൽ കുതിർന്ന മുഖവുമായി വിതുമ്പിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു. ഇവിടെയാണ് ഞാൻ തുടങ്ങിയത്, ഇവിടെ തന്നെ ഞാനത് അവസാനിപ്പിക്കുന്നു. ഇനി എല്ലാം കഴിഞ്ഞു. ആ വാക്കുകൾ കേട്ട വിതുമ്പാത്ത ഒരു ഫുട്ബോൾ പ്രേമിയും ലോകത്തുണ്ടാകില്ല. വിട്ടുമാറാത്ത ആ വലതു കാൽമുട്ടിലെ പരിക്ക് ഈ ലോകകപ്പിലും അദ്ദേഹത്തെ വേട്ടയാടി. കളി മൈതാനത്ത് ചിലവഴിക്കാൻ കഴിഞ്ഞത് വെറും 2 മത്സരങ്ങൾ മാത്രം. എന്നിട്ടും നോർവേക്കെതിരെ പകരക്കാരനായി ഇറങ്ങി ആ പെനാൽറ്റി വലയിലെത്തിക്കുമ്പോഴും ആരാധകർ പ്രാർത്ഥിച്ചു തങ്ങളുടെ സുൽത്താൻ ടീമിനെ രക്ഷിക്കുമെന്ന്. കളി തോറ്റു പുറത്തായെങ്കിലും അന്താരാഷ്ട്ര ഗോളുകളുടെ എണ്ണത്തിൽ ഫുട്ബോൾ രാജാവ് പെലെയെപ്പോലും മറികടന്ന് ചരിത്രത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് ഈ കണ്ണീരോടെയുള്ള പടിയിറക്കം. ബ്രസീലിനായി അദ്ദേഹം ഒഴുക്കിയ ചോരയ്ക്കും കണ്ണീരിനും കണക്കില്ല. നെയ്മറുടെ വിരമിക്കലോടെ ബ്രസീലിയൻ ഫുട്ബോളിലെ സുന്ദരമായ ഒരു യുഗത്തിനാണ് അന്ത്യമാകുന്നത്. ആ മനോഹരമായ ചിരി, മൈതാനത്തെ വിസ്മയിപ്പിക്കുന്ന ജോഗോ ബോനിറ്റോ ഡ്രിബ്ലിങ്ങുകൾ, സാംബ നൃത്തച്ചുവടുകൾ ഇനി ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ നമ്മൾ കാണില്ല. ക്യാപ്റ്റൻ മാർക്കിഞ്ഞോസ് പറഞ്ഞതുപോലെ പുതിയ തലമുറയിലേക്ക് കാനറിപ്പടയുടെ നിയന്ത്രണം മാറുമ്പോൾ നെയ്മർ അവശേഷിപ്പിച്ചു പോകുന്നത് ആർക്കും നികത്താനാവാത്ത ഒരു വലിയ ശൂന്യതയാണ്. കാൽപന്തിൽ നെയ്മർ തീർത്ത മാന്ത്രികതയ്ക്ക് പകരമാവാൻ ഇനി മറ്റാരുമില്ല. ഫുട്ബോളുള്ള കാലത്തോളം ബ്രസീലിന്റെ ആ 10ാം നമ്പർ രാജാവ് ആരാധകരുടെ ഹൃദയത്തിൽ ജീവിക്കും. നെയ്മർ ജൂനിയർ, നന്ദി ഞങ്ങളെ വിസ്മയിപ്പിച്ചതിന്, ഞങ്ങൾക്ക് തന്ന ആ സുന്ദര നിമിഷങ്ങൾക്ക്. കാനറികളുടെ സ്വന്തം സുൽത്താന് ഫുട്ബോൾ ലോകത്തിന്റെ ആദരവോടെയുള്ള വിട. സ്പോർട്സ് ഡെസ്ക്, തനിനിറം. തുടർന്ന് വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ, പൊന്നായി മിന്നുന്നു നിന്മനം. സ്വർണമുഖി സ്വർണമുഖി
സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.